ചായ വെച്ചിട്ടുണ്ട്. ചായ ഇപ്പം തിളക്കാറായിട്ടുണ്ട് ഏകദേശം. ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടതാണ്. ഒരു അമ്മക്കിളി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതില്ലേ റാഗി ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് എന്ത് ചെയ്യണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു റാഗി. അപ്പോൾ റാഗി എടുത്തിട്ട് കുറച്ച് റാഗി അതിൻ്റെ നേർപകുതി കൂട്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി അത് ആട്ടി വെച്ചു. ഇന്നിപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും എന്താ കണ്ട നല്ലോണം പൊങ്ങിയിട്ടുണ്ട് സംഭവം. കുറച്ചിട്ടുള്ളൊരു പരീക്ഷണമായതുകൊണ്ട് ചെയ്യാവില്ല എന്നുള്ളതൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാനത് ഉപ്പിട്ട് ഇളക്കി വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ദോശ ചുടാം. ദോശയും തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് കലക്കി വെക്കട്ടെ. കലക്കി സംഭവം സക്സസ് ആണെങ്കിൽ ഞാൻ പറയാം. ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്ക് ഇതേപോലെ കേട്ടോ. നല്ലതാണ്, നല്ലതായിരിക്കും തോന്നുന്നു. അവരുണ്ടാക്കിയിട്ട് കാണാനും ഭംഗിയുണ്ടായിരുന്നു, പിടിക്കേണ്ടതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനുണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതാ ചായ തിളച്ച ഓഫ് ചെയ്യണേ. അപ്പോൾ ഈ ചായ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചമ്മന്തി അരക്കാം കേട്ടോ. അപ്പോൾ പൊട്ടുകടല ഇടുന്നതിനകത്ത് പൊട്ടുകടല, തേങ്ങ, 2-3 പച്ചമുളക്, ഒരു ഉള്ളി, പിന്നെ ഇഞ്ചി, 2-3 കറിവേപ്പിൻ്റെ ഇല, ഇത്ര സാധനങ്ങളുള്ളൂ. ഉപ്പ് ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാണ്ട് കടുക് താളിക്കാം. അപ്പോൾ ചമ്മന്തിയായി. ഇനി പിന്നെ ദോശ ഇടണം. പണികളുണ്ട് ഇഷ്ടം പോലെ. ഇന്നലെ വൈകുന്നേരം ഇല്ലേ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പൊടിമീൻ, അതായത് മറ്റേ ഈ കുട്ടൻ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള മീൻ ഉണ്ടാവും. 100 രൂപ ഈ മീൻ ഞങ്ങൾക്ക് ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവും ഇനി. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് വെട്ടിക്കഴുകണം, കറി വെക്കണം, പിന്നെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കണം. ഞാനിത് വെട്ടിക്കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. മീനെല്ലാം നല്ല വെട്ടിക്കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ദോശ ചൂടാൻ പോവാണ്. ദോശ ഇടുന്നത് കാണിക്കാം. മറ്റേ ആ റാഗിയുടെ ഇതാണ്. എത്രത്തോളം ശരിയാവും എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് ചുടുകണത്. എങ്ങനെ ഇരിക്കുമോ ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും ചുട്ട് നോക്കട്ടെ. എല്ലാവരും പരീക്ഷണങ്ങളല്ലേ. ചുട്ട് നോക്കട്ടെ എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എനിക്ക് തീരെ വ്യൂസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എന്തായിരുന്നു നിങ്ങളോർക്ക് ഇത് എന്താണ്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് കേട്ടു. അല്ല കേട്ടോ, ഞാനിങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങൾ മറക്കാതെ ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ എന്താ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടാം അതിൻ്റെ ഇടയിൽ. ഇതിപ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചുട്ടൊരെണ്ണം ഞാൻ ചുട്ട് നോക്കട്ടെ. അടിക്ക് പിടിക്കുമോ എന്നൊന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ മിനിയാന്നാളാന്ന് തോന്നുന്നുണ്ട് അമ്മക്കിളിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരത്തി ദോശ അവർക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ പാകം കറക്റ്റാണോ ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല. എന്തോ ചുട്ട് നോക്കട്ടെ ഒരെണ്ണം ചുട്ട് നോക്കിയിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. റാഗിയുടെ കാരണം കാണാനും ഒരു ഭംഗിയില്ലല്ലേ, ഒരു വക ചുമന്നിരിക്കുന്നു. ഇന്നലെ ഇത് എടുക്കാറാകുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം. അതേ പോരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പോരുന്നുണ്ട്. നല്ല കനക്കുറവാണ് ദോശ. അപ്പോൾ ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കും പിടിക്കും. ഇതാ കണ്ടോ ദോശ കണ്ടോ. ഒരെണ്ണം കൂടി ചുട്ട് നോക്കാം. ഒരെണ്ണം കൂടി ചുട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. നോക്കാമെന്നല്ല, കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത് ലാഗടിച്ച് പോകും. നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. പൊട്ടുകടല ചമ്മന്തിയാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പൊട്ടുകടലയും തേങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. ചമ്മന്തി നല്ല ചമ്മന്തിയാണത്. ഞാൻ നേരത്തെ
എപ്പോഴും അരക്കാറുള്ളതാണ് ഇവിടെ. പക്ഷെ ചുമന്ന മുളക് വെച്ചാണ് അരക്കാറുള്ളതെന്ന് മാത്രം. ഞാൻ പച്ചമുളകാണ് ഇട്ടത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു കറുത്ത കളറ്, ചുമന്ന ചമ്മന്തിയും കൂടി ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളച്ചമ്മന്തി അരച്ചു. ഇതും കൂടി ചുട്ടി ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും കാണിക്കാം. ഇതാ രണ്ടാമത്തത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. മീനുകളെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാം തേങ്ങാ ചമ്മന്തിയാണ്. തേങ്ങയും പൊട്ടുകടലയും കൂടി വെച്ചുള്ള ചമ്മന്തി. ഇനി നമുക്കിത് ബാക്കി കഴിക്കാൻ സമയത്ത് കാണാം. ഇന്നെനിക്ക് തേങ്ങ പിന്നെ ചിരണ്ടി വെക്കേണ്ട ദിവസമാണ്. അപ്പോൾ തേങ്ങ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പുറമൊക്കെ ഇങ്ങനെ ചെത്തി കാണാൻ പറ്റണ്ട. എവിടെ ഇത് കണ്ടോ, തേങ്ങയുടെ പുറമൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി വെക്കും. ഇനി ഇത് മിക്സിക്കകത്തിട്ട് നമ്മൾ പതുക്കെ അരച്ചെടുക്കും. അരച്ചല്ല, അതൊക്കെ 2-3 കറക്ക് കറക്കുമ്പോഴത്തേക്കും നല്ല പൂ പോലെ വരും. അപ്പം അന്ന് ഇന്നിപ്പോൾ അത് ചെയ്യാനുള്ള ദിവസമാണ്. മീൻകറി വെക്കാനായിട്ടേ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തിച്ച് മീൻകറി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ, പിന്നെ മുളക്, മഞ്ഞപ്പൊടി. ഞാൻ മല്ലിപ്പൊടി ഇടില്ല കേട്ടോ. മഞ്ഞപ്പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, നമ്മൾ മീൻ വെക്കുന്ന പുളിയില്ലേ, കുടംപുളി, ആ പുളി. ഇത്ര സാധനങ്ങളിട്ട് നന്നായിട്ട് മറ്റേ പച്ചമുളകൊന്നും അരക്കില്ല, അതെല്ലാം കീറിയിടുക ചെയ്തിരിക്കുന്നത്. ചുമന്നുള്ളി ഇടുവേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഷ്ണം പറക്കിയിടാം. പിന്നെ ഇപ്പുറത്താണ് ഞാൻ മീൻ വറുക്കാനുള്ളത് പുരട്ടി വെച്ചിട്ടുണ്ട്. മുളകിന് കളറില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല കളറുള്ള മുളക് തന്നെയാണത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കണം. നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം വറ്റാറായിട്ടുണ്ടത്. ഇത് അവിടെ ഇരുന്നൊന്ന് വറ്റട്ടെ. ഇറക്കാറുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റ് തോരനുള്ള ക്യാരറ്റും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ സവോളയും കൂടി ഞാൻ പീസ് കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഇടണം, കടുക് കൊടുക്കണം, അത് കറി ശരിയാക്കണം. മീൻകറി ശരിയായി കേട്ടോ. മീൻകറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് മീൻ വറുക്കാനിടണം. മീൻ വറുക്കാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. മീൻ അവിടെ കിടന്ന് വറുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ് പീര് കൊടുക്കാവേ. അപ്പോൾ അത് ഞാൻ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് തളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അതിനകത്തേക്ക് ഇടാം. വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാൻ കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല. അതാ അതേപോലെ തട്ടിപ്പൊത്തി തീ കുറച്ച് വെക്കാം.
മൂടി വെക്കാം കേട്ടോ. ഇനി മൂടി വെക്കാം. അതൊരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്യാം. തോരൻ്റെ പരിപാടി കഴിഞ്ഞ്, അപ്പോൾ അതും കഴിഞ്ഞ്, അപ്പോൾ ഉച്ചക്കത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ്.